ഇന്നൊരു ഡ്രിങ്ക് ആയാലോ? സോഡയെല്ലാം വെച്ച് അത്യാവശ്യം പുളിയും മധുരവും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. മഞ്ജൂസ് ടേസ്റ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ജൽജീരയാണ്. പൊതുവെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ്. നമ്മുടെ സാധാ ചെറിയ ജീരകമില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അത് ഒരു 2 ടീസ്പൂൺ വേണം. ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവാണ് പറയുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അസഫോട്ടൈഡ് ഇല്ലേ, നമ്മുടെ കായം സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി വേണം. പിന്നെ ഇതിലേക്ക് ബ്ലാക്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അല്ല എങ്കിൽ സാധാരണ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഉപ്പും പഞ്ചസാരയും വേണം. ഏകദേശം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ആവശ്യത്തിന് എത്ര പഞ്ചസാര വേണോ അത്രയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിങ്ങയാണ്, വാളൻ പുളി. അതിനുശേഷം മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. അതിനുശേഷം കുറച്ച് ലൈം ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, അങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുകയാണ്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം, എന്നിട്ട് ആ പേസ്റ്റ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആ പുളിങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് അതിലേക്കൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ നല്ല പേസ്റ്റായി കിട്ടും. ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സോഡയാണ്. സാധാ സോഡയും അല്ലെങ്കിൽ 7up ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. 7up ചേർക്കുന്നത് എങ്കിൽ ഇതിലേക്ക് അത്രയ്ക്ക് പഞ്ചസാര ചേർക്കേണ്ട, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ഫുൾ ജാർ സോഡയുടെയൊക്കെ പോലെ തന്നെ നന്നായി പൊങ്ങി അങ്ങ് വരും. പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ പുളിങ്ങയുടെ ടേസ്റ്റും അതുപോലെ കായപ്പൊടിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി കിഡിലൻ ഡ്രിങ്ക് തന്നെയാണ്. ഒരിക്കലെങ്കിലും നമ്മളൊന്ന് കുടിച്ചു നോക്കണം, കാരണം അത്രയും ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.